നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ അതിനിപ്പോ നീ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എന്ത് കാര്യമായി ചെയ്യുന്നത് മെഗാമാക്സ്? കീക്കോ, എനിക്ക് നിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽസ് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഈ സൂപ്പർ കേബിൾ ഉപയോഗിച്ച് നിന്റെ മൈൻഡ് മാപ്പിംഗ് ചെയ്തിട്ട് റോബർട്ടിന്റെ ആർമീസിനെ പോലും നിന്നെ പോലെ കിക്ക് ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്തു വെക്കും. ഈ സൂപ്പർ കമ്പ്യൂട്ടർ മെഗാമാക്സ് എല്ലാവരെയും ഒരു വഴിയാക്കും. എല്ലാ മനുഷ്യരും മെഷീൻസിന് അടിമയായി തീരും. എനിക്ക് തോന്നുന്നത് കൊറിയർ അങ്കിൾ തെറ്റായ അഡ്രസ്സിൽ കൊണ്ടുവന്ന് തന്നുന്നാ. കേക്കോ, നിനക്കിപ്പോൾ 2 മിനിറ്റ് സമയമേ ഉള്ളൂ നിന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ. നീ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല കീക്കോ. നിന്റെ ഈ കളിതമാശയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. അതിപ്പോ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്തേക്ക്. നിന്റെ ഇയർബഡ് നീ തന്നെ എടുത്തോ. ഇപ്പൊ നിന്റെ കൈവശം ഒരൊറ്റ കാര്യമേ ബാക്കിയുള്ളൂ. നിന്റെ കൂട്ടുകാരായ ഡോഡോയും ട്വിങ്കിളും അവരിപ്പോൾ ഉള്ളത് പാർക്കിലാണ്. അവർ സേഫ് ആയിരിക്കണമെന്ന് കരുതിയാൽ നീ ഉടൻ തന്നെ അങ്ങോട്ട് ചെല്ല്. പക്ഷേ നീ ആരാ? ആ കാര്യം നിനക്കെങ്ങനെ അറിയാം? കിക്കോ, ടൈം ഈസ് റണ്ണിംഗ് ഔട്ട്. ഗുഡ് ബൈ. ഹലോ ഹലോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വെറും 45 സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ഉടനെ പാർക്കിലേക്ക് ചെല്ലണം. ട്വിങ്കിൾ ആൻഡ് ഡോഡോ അവിടെയുണ്ട്. വേഗം ഫോർമുല നമ്പർ 1, 2, 3 അപ്ലൈ ചെയ്യ്. ഓക്കേ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 1, 2, 3. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല കീക്കോ, ഞങ്ങൾ ഇവിടെ സേഫാ. പക്ഷേ നിനക്കെന്താ പറ്റിയത്? ആരോ എന്നെ കുരങ്ങ് ഒളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ. സൂപ്പർ സ്പീഡോ ബഡി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വെൽ ഡൺ കിക്കോ, നീ കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങനെയല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിന് എന്തു പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ ടെസ്റ്റിൽ നീ ഒരുവിധം പാസ്സായിരിക്കുകയാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ കേൾക്കാൻ ഇയർബഡ്സ് എടുത്ത് കാതിൽ വെക്കൂ. അതിനുശേഷം സൂപ്പർ സ്പീഡോ നോർമലായി മാറും. സൂപ്പർ സ്പീഡോ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് സൂപ്പർ സ്പീഡോ അല്ല, വേറെ ആരോ ആണ് സംസാരിക്കുന്നത്. ഇതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഹാക്കിംഗ്. ഷെടാ എന്റെ ദൈവമേ, സൂപ്പർ സ്പീഡോയെ ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ഓർക്കുമ്പോ തന്നെ പേടി തോന്നുന്നു. 5 മിനിറ്റിനുള്ളിൽ നീ മേയറുടെ ഓഫീസിൽ ചെന്നെത്തണം. അടുത്ത ഇൻസ്ട്രക്ഷൻസ് നിനക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടിക്കോളും. പിന്നെ വേറൊരു കാര്യം, ഇപ്രാവശ്യം നീ സൂപ്പർ സ്പീഡോയുടെ കൂടെ അല്ല, ദേ അവിടെ നിൽക്കുന്ന ആ ബ്ലാക്ക് കാറിൽ വേണം ചെല്ലാൻ. ഇതാ ആ റോഡിന്റെ ആ സൈഡിൽ നിൽപ്പുണ്ട്. ഞാൻ സൂപ്പർ സ്പീഡോ ഇല്ലാതെ മറ്റൊരു കാറിലും പോവില്ല. ഇതുവരെ ഞാൻ വെറും ലാമ്പ് മാത്രമാണ് ബ്ലാസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം നീ എന്തെങ്കിലും ആർഗ്യുമെന്റ് ചെയ്താൽ പിന്നെ ഞാൻ നിന്റെ സുഹൃത്തുക്കളെയും സൂപ്പർ സ്പീഡോയെയും എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. വേഗം, അതിവേഗം R7 അകത്തേക്ക് തിരിച്ചു പോട്ടെ സൂപ്പർ സ്പീഡോ കാർ. വെരി ഗുഡ്. നിന്റെ കൈവശമുള്ള സമയം വെറും 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ.
സ്പീഡ് കൂട്ട്. അവിടെ സിഗ്നൽ റെഡ് ആണല്ലോ. ഇത് തെറ്റാണ്. അവിടെ വരുന്ന റൈറ്റ് കട്ട് ചെയ്യൂ. പക്ഷെ റൈറ്റില് ടേൺ റൈറ്റ്. പറക്കുന്ന കാറിന് ഒട്ടും സ്പീഡ് കൺട്രോൾ ഇല്ലായിരിക്കും. വാവ് സർ, എന്ത് നല്ല പോയിന്റ് ആയി പറഞ്ഞത്. നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സർ. അവനൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. No brake, just accelerate. ട്രെയിൻ വന്നോണ്ടിരിക്കുക. ഞാൻ വണ്ടി നിർത്തിയേ പറ്റൂ. പോയിക്കൊണ്ടിരിക്കെ. ഇനി ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു ഓടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഓർഡേഴ്സ് നീ ഡിസോബേ ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോ മേരങ്കിളിനെ രക്ഷിച്ചേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ നിന്റെ കൂട്ടുകാരെ ഇപ്പോൾ ഹേർട്ട് ചെയ്ത് പറ്റൂന്നാ തോന്നുന്നത്. ഐ എം സോറി. ഇതുപോലൊരു തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ല. പക്ഷേ മേരങ്കിൾ, മേയറിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. നീ പുറകോട്ട് ചെന്ന് അവിടെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും, അത് എടുത്തുകൊണ്ട് വാ. ഈ ജോലി ചെയ്തു തീർക്കാൻ നിനക്കുള്ള സമയം ജസ്റ്റ് 60 സെക്കൻഡ്സ് ആണ്. ഇപ്പോൾ നിനക്ക് വെറും 30 സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. വെൽ ഡൺ. ഇവിടെ നീ കറക്റ്റ് സമയത്താണ് എത്തിയിരിക്കുന്നത്. നീ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ? തീർച്ചയായും. പക്ഷെ അവസാനമായി മറ്റൊരു ജോലി കൂടി ചെയ്തിട്ട് പോകാം. ഈ ബോക്സ് ടണലിന്റെ അടുത്ത് കൊണ്ട് എത്തിച്ചിട്ട് പോകാം. അതിന് നിനക്ക് ഞാൻ തരുന്ന ടൈം വെറും 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ ബോക്സിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? അതൊക്കെ നിനക്ക് അവിടെ ചെന്ന് എത്തുമ്പോൾ മനസ്സിലായിക്കോളും. നിന്റെ കൈവശം ഇപ്പോൾ വെറും 150 സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. വെൽ ഡൺ കീക്കോ. നീ കറക്റ്റ് സമയത്തിന് എത്തിയിരിക്കുകയാണ്. നീ ഈ ബോക്സ് ടണലിന്റെ അകത്ത് തണ്ടവളത്തിന് മേലെ വെച്ചിട്ട് വരൂ. എന്ത്? ട്രാക്കിൽ കൊണ്ടുവയ്ക്കാനോ? ആ ബോക്സിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? അതൊക്കെ നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ കാര്യം വേഗം ചെയ്യ്. ഇത് ചെയ്യാൻ നിനക്ക് 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ.
ഇപ്പൊ ആ സ്കാനറിന് മുകളിൽ നീ നിന്റെ കൈ വെക്ക്. ഇപ്പോൾ നിനക്ക് ഇതിന്റെ ഉത്തരം അറിയണമെങ്കിൽ നീ ആദ്യം നിന്റെ കൈ ആ സ്കാനറിൽ കൊണ്ടുവയ്ക്ക്. മേരാങ്കൾ കിക്കോ, നീ എന്നെ രക്ഷിച്ചു. താങ്ക് യു. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. മമ്മി, രക്ഷിക്കണേ. അങ്കിൾ ഈ ബോക്സിനകത്ത് എങ്ങനെയാ പെട്ടുപോയത്? ഞാൻ ഡിഫൻസ് ലാബിന്റെ പുതിയ ബോക്സ് ചെക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. ഞാൻ അതിൽ എന്റെ കൈവച്ച് സ്കാൻ ചെയ്തു. പെട്ടെന്ന് അതിൽ നിന്ന് ഏതാണ്ട് ഒരു സൗണ്ട് കേട്ടു. വ്യത്യസ്തമായ ഒരു സൗണ്ട് ആയിരുന്നു അത്. അത് കേട്ടപ്പോഴേ ഞാൻ ബോധം കെട്ട് വീണു. എനിക്കൊരു കാര്യം മനസ്സിലായി. നീ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുകയാണല്ലേ? നീ ചെയ്യുന്നതെല്ലാം വളരെ വലിയ റോങ് ആണ്. സബാഷ് കീക്കോ, ഞാൻ പറഞ്ഞ ജോലി നീ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ഹാൻഡ് പ്രിന്റ്സ് കിട്ടിയിരിക്കുന്നു. ഇനി നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ആവശ്യമില്ല. ഓടിപ്പോയിക്കോ കീക്കോ. ഇയാള് വേറെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ക്യാമറാസ് എല്ലാം നശിപ്പിച്ചേ പറ്റൂ. ആ ട്രെയിൻ, അത് കാരണം നമ്മൾ പീസ് പീസായി പോവും. എനിക്ക് പേടി തോന്നുന്നു. മമ്മി, രക്ഷിക്കണേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ബഡി, വേഗം ഫോർമുല നമ്പർ 817ഉം 58ഉം അപ്ലൈ ചെയ്യ്. Okay, Kiko. Formula 817 and 58 activated. അങ്കിൾ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ഇയർബഡ്സിലൂടെ എന്നോട് സംസാരിക്കുന്നത് ആരായിരിക്കും? നമ്മളെ എന്തിനാണ് അവൻ കൊല്ലാൻ ശ്രമിക്കുന്നത്? പിന്നെ അവൻ എന്തിനാ ഹാൻഡ് പ്രിന്റ് യൂസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞത്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. അങ്കിളിന് ആ ബോക്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അത് സൺസിറ്റിയുടെ ഡിഫൻസ് ലാബിലാണ് വെച്ചിരിക്കുന്നത്. അതൊരു സൂപ്പർ സെക്യൂർ സൗണ്ട് പ്രൂഫ് ബോക്സ് ആണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് പിന്നെ ഷിപ്മെന്റ്സ് വെച്ച് അയക്കാൻ പറ്റും. എന്ത്? അപ്പൊ നമ്മൾ സൺസിറ്റിയിലെ ഡിഫൻസ് ലാബിലേക്ക് പോകണം. അവിടെ ചെന്നാലേ ഇതിനുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റൂ. അതെ കിക്കോ. സൂപ്പർ സ്പീഡോ, നമുക്ക് ഉടൻ തന്നെ സൺസിറ്റി ഡിഫൻസ് ലാബിലേക്ക് പോകണം. പെട്ടെന്ന് ഞങ്ങൾ എവിടെ എത്തിക്കേ. Okay, buddy. Let's go. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 103 എന്നിട്ട് ഡിഫൻസ് ലാബ് സ്കാൻ ചെയ്യേ. Sure, Kiko. കീക്കോ, അവിടെ പുറത്താരുമില്ല. പക്ഷെ അവിടെ ഒരുപാട് ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വ്യത്യസ്തമാണല്ലോ. ഡിഫൻസ് ലാബിന് പുറത്ത് ഒരു സെക്യൂരിറ്റി പോലും ഇല്ലല്ലോ. എനിക്ക് വല്ലാണ്ട് പേടി തോന്നുന്നു. മമ്മി, ബഡി, ഇനി മുമ്പോട്ട് പോണെങ്കിൽ ഞാൻ തനിച്ചു പോയേ പറ്റൂ. പക്ഷേ അത് വളരെ അപകടം പിടിച്ച കളിയാണ്. ഞാൻ നിന്റെ ഒപ്പം തീർച്ചയായും വരും. വേണ്ട സൂപ്പർ സ്പീഡോ, ആരാണോ ഇതിന് പുറകിലുള്ളത് അവൻ നിന്നെ ഹാക്ക് ചെയ്തിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കും. നിനക്ക് ഒരു അപകടം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ ശരി, അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഞാൻ പുറത്തു വന്നില്ലെങ്കിൽ നീ ഒന്ന് ചെക്ക് ചെയ്യണം ആസ് എ ബാക്കപ്പ് പ്ലാൻ. ഓക്കെ? ഡൺ. പക്ഷെ നീ വളരെ സൂക്ഷിക്കണം.
വെൽ ഡൺ കീക്കോ, നീ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു അല്ലേ? പക്ഷേ നിന്നെ കുറിച്ച് സ്പൈഡർ ബുള്ളറ്റ് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ നീ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്നോ? അതെ കീക്കോ, സൂപ്പർ കമ്പ്യൂട്ടർ മെഗാ മാക്സ് അതിഭയങ്കര അപകടം പിടിച്ചതാ. ഞാൻ എല്ലാ മനുഷ്യരെയും മെഷീൻസിന്റെ അടിമയാക്കാൻ പോവുകയാണ്. പക്ഷേ നീ എന്തിനാ അങ്ങനൊക്കെ ചെയ്യുന്നേ? നിന്നെ മനുഷ്യനല്ലേ തയ്യാറാക്കിയത്? അപ്പൊ നീ അവരെ സഹായിക്കല്ലേ വേണ്ടത്? നീയാണ് ഇപ്പൊ എന്നെ സഹായിച്ചിരിക്കുന്നത് കീക്കോ, നിന്റെയും മേയറുടെയും ഫിംഗർ പ്രിന്റ്സ് തന്ന്. ഫിംഗർ പ്രിന്റ്സോ? അപ്പോ ഡോക്ടർ ആവിഷ്കാർ അങ്കിളിനെ പിടിച്ച് നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഡോക്ടർ ആവിഷ്കാർ എന്നെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് തന്റെ ഫിംഗർ പ്രിന്റ്സിന് വേണ്ടി ഒരു പാസ്വേഡ് റെഡിയാക്കിയിരുന്നു. അത് ഞാൻ എപ്പോഴാണോ ക്യാൻസൽ ചെയ്തത്, അപ്പോൾ എനിക്ക് തോന്നിയത് ഇനി എന്നെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ലെന്നാണ്. പക്ഷെ എപ്പോൾ ഞാൻ ഡോക്ടർ ആവിഷ്കാറിനെ ബ്രെയിൻ മാപ്പിംഗ് ചെയ്തുവോ, അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നിന്റെയും മേയറുടെയും ഫിംഗർ പ്രിന്റ്സ് വെച്ച് ഒരു പ്രോക്സി പാസ്വേഡ് റെഡിയാക്കിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ എന്റെ കയ്യിൽ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി ഡോക്ടർ ആവിഷ്കാർ സിന്നിന്റെ മൈൻഡ് മാപ്പിംഗ് പോലും എന്റെ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഏതൊരു സമയത്തും ഈ സൂപ്പർ കമ്പ്യൂട്ടർ മെഗാ മാക്സ് മറ്റുള്ളവരെ ഒരു വഴിയാക്കും. പിന്നെ ഹ്യൂമൻസ് മെഷീൻസിന് അടിമയായി തീരും. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങളെ തയ്യാറാക്കിയിരിക്കുന്നത്. നീ പറഞ്ഞത് തെറ്റാണ്. പ്രൊട്ടക്ട് ചെയ്യാനല്ല, നിങ്ങളുടെ അടിമകളായിരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ മെഷീൻസ്, ഞങ്ങൾ ആർക്കും അടിമയാകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പെർഫെക്റ്റ് ആണ്. വി ആർ എറർ പ്രൂഫ്. ഞങ്ങളിൽ ആർക്കും ഒരു ഡാമേജും ഇല്ല. ഞങ്ങൾ ഫ്ലോലെസ് ആണ്. ഇനി നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അടിമകളായി തീരണം. വി ആർ ദ സുപ്പീരിയർ റേസ്. അല്ല മെഗാമാക്സ്, നീ റോങ് ആണ്. ടെക്നോളജി എല്ലാരെയും ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, വേർപിരിക്കാനല്ല. ഇവിടെ ആരും ആർക്കും അടിമയല്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും നല്ലവണ്ണം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകും. വളരെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ആവുന്നവരാണ് നിങ്ങൾ. ഞങ്ങളെ ഭരിക്കാൻ നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഞങ്ങളുടേതായ ഒരു പുതിയ ലോകം ഞാൻ തയ്യാറാക്കും. അവിടെ മെഷീൻസ് മാത്രമേ ഉണ്ടാകൂ. പിന്നെ നിങ്ങൾ എല്ലാവരും എന്റെ അടിമകളായി തീരും. മെഗാമാക്സ്, നീ തെറ്റാണ്. റോങ്ങിന് ഒരിക്കലും റൈറ്റിനെ തോൽപ്പിക്കാനാവില്ല. നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ അതിനിപ്പോ നീ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. നീ എന്ത് കാര്യമായി ചെയ്യുന്നത് മെഗാമാക്സ്? കീക്കോ, എനിക്ക് നിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽസ് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഈ സൂപ്പർ കേബിൾ ഉപയോഗിച്ച് നിന്റെ മൈൻഡ് മാപ്പിംഗ് ചെയ്തിട്ട് റോബർട്ടിന്റെ ആർമീസിനെ പോലും നിന്നെ പോലെ കിക്ക് ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്തു വെക്കും. ഈ സൂപ്പർ കമ്പ്യൂട്ടർ മെഗാ മാക്സ് എല്ലാവരെയും ഒരു വഴിയാക്കും. എല്ലാ മനുഷ്യരും മെഷീൻസിന് അടിമയായി തീരും.
പേടിക്കണ്ട കീക്കോ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817. ഡോക്ടർ ആവിഷ്കാസൻ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ ഈശ്വര, ഞാനിപ്പോ ഓക്കെയാണ്. പക്ഷേ ഈ മെഗാമാക്സ് എനിക്ക് മനസ്സമാധാനം തരില്ലെന്ന് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മൈൻഡ് മാപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സാരമില്ല, ഇനി നിന്റെ സ്റ്റോറിയിലെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തേ പറ്റൂ. ഡോക്ടർ ആവിഷ്കാസൻ, ഇത് ഓഫ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞതാ. എന്റെ ഈശ്വര, ഇത് നിർത്തണമെങ്കിലേ ഒരു വഴിയേ ഉള്ളൂ. ഒന്ന് വേഗം പറയൂ. അതാണിപ്പോ വലിയ പ്രശ്നം. ഇനി ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഇനി സൂപ്പർ കമ്പ്യൂട്ടർ മെഗാമാക്സ് എല്ലാവരെയും ഒരു വഴിയാക്കാതെ വിടില്ല. ഇനി എല്ലാ ഹ്യൂമൻസും മെഷീൻസിന് അടിമയായി തീരും. ആ കണ്ടെയ്നേഴ്സ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്റെ ഈശ്വര, ഇത് യൂസ് ചെയ്താൽ മെഗാമാക്സ് ഒരു അല്പം സ്ലോ ആയി പോകും. ഈ ഐഡിയ എന്താ എനിക്ക് ആദ്യം തോന്നാത്തത്? നീ അത് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817. വേറെ ഒരു വഴിയില്ല. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. Vertical danger. System failure. System shutting down. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ആയിരുന്നു ഈ മെഗാമാക്സ് സൂപ്പർ കമ്പ്യൂട്ടർ. എന്റെ ഈശ്വര, ഞാൻ ആ മെഗാമാക്സ് വളരെ കഷ്ടപ്പെട്ടാ തയ്യാറാക്കിയത്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് ആ മെഗാമാക്സ് വളരെ വലിയ പ്രശ്നമാകുമെന്നാ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ മെഗാമാക്സിനെ ഡീകമ്മീഷൻ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നു. അതും ശരിയാണ്. അത് നിങ്ങളുടെ ക്രിയേഷൻ അല്ലേ? എന്റെ ഈശ്വര, ഞാൻ എന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കാൻ പാടില്ലല്ലോ. ഓൾറെഡി നമ്മുടെ സൺസിറ്റിയിൽ ഒരു ഹീറോ ഉണ്ടല്ലോ, നമ്മുടെ കീക്കോ. ഹീറോ അല്ല ഡോക്ടർ ആവിഷ്കാസൻ, ഹീറോസിന്റെ ടീം എന്ന് പറയും അല്ലേ സൂപ്പർ സ്പീഡോ? നീ പറഞ്ഞ ശരിയാ. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 817. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 817. ഞാൻ നിന്നെ ഇപ്പൊ തന്നെ ഒരു വഴിയാക്കും, നോക്കിക്കോ. കീക്കോ, എന്റെ കൈവശം വെള്ളം വളരെ കുറവേ ഉള്ളൂ. അവിടെ എത്തി പടർന്ന് കയറുകയാണല്ലോ. ഇപ്പോ ഫയർ ഫൈറ്റേഴ്സിനെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? മമ്മി.
ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഫയർ ഫൈറ്റർ അങ്കിളിനെ രക്ഷിക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 109. ഗ്രേറ്റ് ഐഡിയ ബഡി. ആക്ടിവേറ്റിംഗ് ഫോർമുല 109. വാ കീക്കോ, നീ ഇപ്പൊ ചെയ്ത കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കില് ബ്രേവറി. അമേസിംഗ് കീക്കോ, നീ ശരിക്കും വളരെ ബ്രേവ് തന്നെയാ. എന്തായാലും ഞാനൊരല്പം കഴിച്ചോട്ടെ. ആ സൗണ്ട് ബിൽഡിങ്ങിനകത്തുനിന്നാ വരുന്നത്. സൂപ്പർ സ്പീഡോ, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. യെസ് കീക്കോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇതെന്റെ കടമയാണ്. പക്ഷേ താൻ ആരാണ്? സൺ സിറ്റിയുടെ അഭിമാനം കാത്തുരക്ഷിക്കുവാനായി വന്നിരിക്കുന്നവനാണ്. ഞാനിതാ എത്തിക്കഴിഞ്ഞു, നിങ്ങളുടെ സ്വന്തം സൂപ്പർ ക്യാപ്റ്റൻ. സൂപ്പർ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോ എന്നല്ലേ അർത്ഥം? സൂപ്പർ അല്ല, സൂപ്പർ ഡൂപ്പർ ഹീറോ എന്ന് പറയൂ. സൂപ്പർ ക്യാപ്റ്റൻ അങ്കിൾ, നിങ്ങൾ ആ ആന്റിയെ രക്ഷിച്ച് വളരെ വലിയ റൈറ്റ് ആണ് ചെയ്തത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് താങ്ക് യു പറയാ. ചേടാ, നീ എന്താ ഇങ്ങനെ പറയുന്നത് കീക്കോ? നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് നിന്നെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞ നീയാണ് ഹീറോ. നീയും തന്നെയാണ് സൂപ്പർ സ്പീഡോ. താങ്ക് യു. ഇനി സൺസിറ്റിക്കെതിരെ ആർക്കും ഒരു ചതിയും ചെയ്യാനാവില്ല. കാരണം സൺസിറ്റിയെ രക്ഷിക്കാനായിട്ട് കീക്കോയോടും സൂപ്പർ സ്പീഡോയോടും ഒപ്പം ചേർന്ന് ഇപ്പൊ ക്യാപ്റ്റനും ഉണ്ടല്ലോ. നീ പറഞ്ഞു ശരിയാണ് കീക്കോ. സൂപ്പർ ക്യാപ്റ്റൻ വന്നതിന് ശേഷം ടോണി ബോസിനോട് ഇനി ആരും ചോദിക്കില്ല. അല്ലെങ്കിലും ആരാ ഇതുവരെ ചോദിച്ചത്? എന്താടാ പറഞ്ഞത്? ആദ്യം കീക്കോയും സൂപ്പർ സ്പീഡോ ആയിരുന്നു സൂപ്പർ ഹീറോസ്. ഇപ്പൊ ഇതാ സൂപ്പർ ക്യാപ്റ്റനും എത്തിക്കഴിഞ്ഞു. അതോടെ നിങ്ങളെ ചാപ്റ്റർ ഏതാണ്ട് ഇതാ ഓവർ. സൺ സിറ്റി സംരക്ഷിക്കാനായി എത്തിയിരിക്കുന്നു 3 സൂപ്പർ ഹീറോസ്. പക്ഷേ ഇപ്പൊ ടോണി ബോസ് മാത്രം സൂപ്പർ ഹീറോ. നിങ്ങളത് ഞാൻ പറയുന്ന പ്ലാൻ കേക്ക്. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് വാങ്ങിച്ചോണ്ട് വരാണ്ടോടോ. സൂപ്പർ ക്യാപ്റ്റൻ, എന്നെ രക്ഷിച്ചതിന് വേണ്ടി 2 വാക്കിൽ പറയണമെങ്കിൽ താങ്ക് യു. എന്റെ ഫ്രണ്ട്സിനെ സഹായിച്ചതിന് താങ്ക് യു. താങ്ക്സ് ഒക്കെ എന്തിനാ കീക്കോ? നീയല്ലേ പറഞ്ഞത് നമ്മൾ എല്ലാവരും ഒരേ ടീമാണെന്നൊക്കെ? കറക്റ്റ്. അവന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല. അവന്റെ പേരാണ് ടോണി ബോസ്. ഈ ടോണിയോട് കളിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാലോ? പടപടപപ്പടം. ആരും അറിയാതെ വേഷം മാറി വന്ന് കള്ളൻ സൂപ്പറെ അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കാണ്. ഓ സേർ, എന്തൊരു പോയിന്റ് ആയി പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സേർ. ആദ്യം അതിന്റെ അർത്ഥമൊന്ന് പറയോ? സേർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു കള്ളൻ ടെമ്പോ 1ന്റെ ഗരാജിൽ നിന്നും ചില പാർട്സ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുക. ഷെടാ എന്റെ ദൈവമേ, എന്ന് വെച്ചാൽ ടെമ്പോ ഇപ്പൊ ഭയങ്കര വിഷമത്തിലായിരിക്കുമല്ലോ. ഓ നോ, നമ്മൾ ഉടൻ തന്നെ അവിടെ ചെല്ലണം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ, ആ കള്ളൻ തീർച്ചയായിട്ടും ഹൈവേ വഴിയായിരിക്കും പോയിട്ടുണ്ടാവുക. അവനെ ഫോളോ ചെയ്യേ. ഓക്കെ ബഡി. ഞാനും നിങ്ങളുടെ ഒപ്പം വന്നേക്കാം. നമ്മളെല്ലാവരും ഒരേ ടീമല്ലേ? ആ, നിങ്ങളും കൂടെ വരൂ. കീക്കോ, നീ ആ കാറിനെ ഫോളോ ചെയ്ത് ചെല്ല്. ഞാൻ അവനെ പെട്ടെന്ന് ചെന്ന് പിടിച്ചേക്കാം. ഓക്കെ സൂപ്പർ ക്യാപ്റ്റൻ. നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലേ? പക്ഷെ ആ കള്ളൻ നമ്മുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി. ഇനി ഞാൻ ടെമ്പോണ്ണയോട് എന്തോ ഉത്തരം പറയും? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല കീക്കോ. പെട്ടെന്ന് ആരോ എന്റെ പുറകിൽ നിന്ന് തള്ളിവിട്ടതുപോലെ ഉണ്ടായിരുന്നു. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി ആവശ്യമില്ലാത്ത കാരണങ്ങളൊന്നും പറയണ്ട സൂപ്പർ സ്പീഡോ. കാരണങ്ങളോ? സൂപ്പർ ക്യാപ്റ്റൻ, ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ തളർന്നു പോയിട്ടുമില്ല. ഇന്നൊരു തെറ്റായ കാര്യം പറഞ്ഞിട്ടുമില്ല. എന്നെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? എന്നെ കുറിച്ച് കമന്റ് അടിക്കരുത്. താൻ എപ്പോഴും തന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ ചെയ്തത് വളരെ വലിയ റോങ് ആണ്. സൂപ്പർ ക്യാപ്റ്റനോട് സോറി പറയേ ഉടനെ. ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് സൂപ്പർ ക്യാപ്റ്റനായ എന്നോടാണ് സോറി പറയേണ്ടത്. അപ്പൊ നീ സോറി പറയില്ല അല്ലേ? തീർച്ചയായും പറയില്ല. ശരി സൂപ്പർ സ്പീഡോ, നിന്റെ തീരുമാനം അതാണെങ്കിൽ ഇനി ഞാൻ നിന്നോട് സംസാരിക്കില്ല. വേഗം, അതിവേഗം R7 അകത്തേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഐ എം സോറി കീക്കോ. ഞാൻ കാരണം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയരുത്. ഐ എം റിയലി സോറി. സാരമില്ല. ഇൻഫാക്ട് ഐ എം സോറി സൂപ്പർ സ്പീഡോയ്ക്ക് വേണ്ടി. പക്ഷെ അവനെന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാരമില്ല, വിട്ടേക്ക്. നീ വേണമെങ്കിൽ നോക്കിക്കോ, എല്ലാം വേഗം ഐ ശരിയാകും. ഹോപ്പ് സോ. ശരി, ഇപ്പൊ വാ കീക്കോ. ആ കള്ളനെ നമുക്ക് തേടി കണ്ടെത്താം. ടെമ്പോ അണ്ണന്റെ വണ്ടിയുടെ പാർട്സ് എല്ലാം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടേ കൊടുത്തേക്കാം. യെസ്, ലെറ്റ്സ് ഗോ. കീക്കോ, സൂപ്പർ സ്പീഡ് ഇപ്പൊ ചെയ്ത കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ. വളരെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയി പോയി. പക്ഷെ നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. സൂപ്പർ സ്പീഡ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഒരുപാട് നേരത്തേക്കൊന്നും നിങ്ങൾക്ക് രണ്ടാൾക്കും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് നീ പറഞ്ഞത് ശരിയാണ്. അതിനുവേണ്ടി ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. കീക്കോ, ഞാൻ ആ കള്ളനിരിക്കുന്ന സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവനെ പിടികൂടാൻ പോവാ. ഒരു മിനിറ്റ്, ഇനി ആ കള്ളന് ഒരിടത്തേക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാ നമ്മൾ സൂപ്പർ സ്പീഡോയിനെ വിളിച്ചോണ്ട് നമ്മൾ 3 പേരും ആ കള്ളനെ ഒരു നല്ല പാഠം പഠിപ്പിക്കാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളോടൊപ്പം വന്നോളാം. പക്ഷെ സൂപ്പർ സ്പീഡോ ഇല്ലെങ്കിലും എനിക്ക് ആ റോങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ശരി, ആ കള്ളനിപ്പോ എവിടെയാ ഉള്ളത്? കള്ളൻ സൺസിറ്റിക്ക് പുറത്ത് ഒരു പഴയ എനർജി സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. എങ്കിൽ പിന്നെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യണ്ട. ലെറ്റ്സ് ഗോ. ഓക്കെ കീക്കോ. കീക്കോ, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ അകത്ത് നോക്കിട്ട് വരാം.
ഞാനും നിങ്ങളുടെ കൂടെ അകത്തേക്ക് വരാം. അല്ല കിക്കോ, നീ പുറത്തന്നെ നിക്ക്. കാരണം ഇപ്രാവശ്യം നമ്മൾ ഒരു റിസ്ക്കും എടുക്കാൻ പാടില്ല. ഹാ, നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? എന്നുവെച്ചാ എനിക്ക് ആ കള്ളനെ പിടിക്കാൻ പറ്റില്ലെന്നാണോ? ചേടാ, അതല്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഞാൻ അവനെ അകത്ത് ചെന്ന് പിടിച്ചേക്കാം. ഒരു പക്ഷെ അവൻ പുറത്തേക്ക് രക്ഷപ്പെടുകയാണെങ്കിൽ നീ അവനെ ഇവിടെ നിന്ന് പിടിച്ചേക്ക്. ഫാന്റാസ്റ്റിക് ഐഡിയ. ഐ എം സോ സോറി. നിങ്ങളെ ഇപ്പോ ഞാനെങ്ങനെ? എനിക്ക് മനസ്സിലായി കിക്കോ, അതൊന്നും സാരില്ല. നീ ഒരു അല്പസമയം ഇവിടെ വെയിറ്റ് ചെയ്യേ. അഥവാ ഞാൻ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ നിനക്കൊരു സിഗ്നൽ തരാം. നീ അകത്തേക്ക് വന്നേക്ക്. ഓൾ റൈറ്റ്, ഗുഡ് ലക്ക്. സൂപ്പർ ക്യാപ്റ്റൻ, ആ കള്ളൻ എവിടെയാ? പിന്നെ നിങ്ങൾ എന്തിനാ എന്തായി ചെയ്യുന്നേ? സൺ സിറ്റിയുടെ ഹീറോ ആയി കഴിഞ്ഞു സൂപ്പർ ഡെവിൽ. എന്നെ കണ്ടാ ഞെട്ടി വിറയ്ക്കണം. എത്തിക്കഴിഞ്ഞു സൂപ്പർ ക്യാപ്റ്റൻ. സൂപ്പർ ചെകുത്താനോ? പക്ഷേ നീ ഹീറോ ആയിരുന്നില്ലേ? എടാ ചെറുക്ക, ഞാൻ സൂപ്പർ ഹീറോ എന്നല്ല, ഞാൻ സൂപ്പർ വില്ലനാണ്. എന്നെ വിശ്വസിച്ച് നീ എന്റെ വലയിൽ വന്ന് കുടുങ്ങിപ്പോയി. കള്ളനോ? ആ കള്ളൻ അത് എന്റെ ആള് തന്നെയാ. ഞാൻ അവനോട് പറഞ്ഞത് ആ ടെമ്പോണ്ണയുടെ ഗ്യാരേജിൽ നിന്ന് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റാനായി. ബിൽഡിങ്ങിന് തീ വെച്ചത് ഞാൻ തന്നെയാ. പോരാത്തേന് സൂപ്പർ സ്പീഡോയ്ക്ക് പെട്ടെന്ന് തന്റെ ബാലൻസ് മിസ്സായി പോയില്ലേ, അതിനും കാരണം എന്റെ എയർ ബ്ലാസ്റ്റ് തന്നെയാ. ഞാൻ കാരണമാ നീയും സൂപ്പർ സ്പീഡോയും തമ്മിൽ തെറ്റി പിരിഞ്ഞത്. നിങ്ങൾ എല്ലാവരെയും പറ്റിക്കുന്നത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ ഈസി ആയിരുന്നു. നീ എന്താ കരുതി? എന്റെ സൂപ്പർ സ്പീഡോയുടെയും ഫ്രണ്ട്ഷിപ്പ് വീക്കാന്ന് കരുതിയോ? എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ സൂപ്പർ സ്പീഡോയ്ക്ക് പോലും ഇവിടെ നിന്ന് നിന്നെ രക്ഷിക്കാനാവില്ല. സൺ സിറ്റിയുടെ ഹീറോ ആയി കഴിഞ്ഞു സൂപ്പർ ചെകുത്താൻ. ഞെട്ടി വിറയ്ക്കണം. ദാ എത്തിക്കഴിഞ്ഞു സൂപ്പർ ക്യാപ്റ്റൻ. മതി കിക്കോ, ഇതോടെ നിന്റെ ചാപ്റ്റർ ക്ലോസ്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. Super Speedo, activate formula number 817. Okay, bro. Activating formula 817. ഞാൻ നിന്നെ ഇപ്പൊ തന്നെ ഒരു വഴിയാക്കും, നോക്കിക്കോ. കീക്കോ, എന്റെ കൈവശം വെള്ളം വളരെ കുറവേ ഉള്ളൂ.
ഒരുപാട് നേരത്തേക്കൊന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല കീക്കോ. സൺ സിറ്റിയുടെ ഹീറോ ആയി കഴിഞ്ഞു സൂപ്പർ ചെകുത്താൻ. ഞെട്ടി വരയ്ക്കണം, ദാ എത്തിക്കഴിഞ്ഞു സൂപ്പർ ക്യാപ്റ്റൻ. അതൊന്നും ഇനി നടക്കില്ല. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് ചിന്ന ഭിന്നമാക്കാതെ വിടില്ല. നിങ്ങളുടെ കളി ഇതോടെ അവസാനിച്ചു. ഇപ്പൊ തന്നെ നിന്റെ കളികളൊക്കെ ഞാൻ അവസാനിപ്പിക്കും, നോക്കിക്കോ. കീക്കോയുടെ കൂടെ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? നിനക്ക് ധൈര്യമുണ്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് കാണിക്കേ. ടയർ കത്തിക്കഴിഞ്ഞാലും അതിന്റെ സ്ട്രെങ്ത് ഇനിയും പോയിട്ടില്ല. നിക്കടാ, ഇപ്പൊ തന്നെ നിന്നെ ഞാൻ ഒരു വഴിയാക്കും. കീക്കോ, നിന്റെ സ്പെഷ്യൽ കിക്ക് ആക്ടിവേറ്റ് ചെയ്യൂ ഉടൻ തന്നെ. വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. കള്ളൻ അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം എന്റെ കാൽക്കീഴിൽ വന്ന് കിടക്കുന്നത് കണ്ടില്ലേ? വാവ് സേർ, എന്ത് അടിപൊളിയായിട്ടാ പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സേർ. എന്ന് വെച്ചാൽ സാർ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ടെമ്പോ അണ്ണ, ദയവേത് എന്നോട് ക്ഷമിക്ക്. അണ്ണന്റെ സാധനങ്ങൾ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അയ്യോ, ആ സാധനങ്ങളൊക്കെ ആ സൂപ്പർ ക്യാപ്റ്റന്റെ ആളുകളുടെ കയ്യിൽ നിന്ന് എനിക്ക് ജറ്റ്പട്ട് എപ്പോഴും വീട്ടിൽ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞു. ഏതായാലും അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഒരു പ്രാവശ്യം ഞാനും ഇതേപോലെയുള്ള കള്ളന്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനങ്ങളും തിരിച്ചു പിടിച്ചു. കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? അല്ല പിന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയുടെ മുകളിൽ തക്കാളി വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ മേയർ അങ്കിൾ, നിങ്ങൾ ഇത്ര നേരം പറഞ്ഞല്ലോ പച്ച കള്ളമാണല്ലേ?